ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഉസ്താദിൻ്റെ ഊണിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടാകുമ്പം അധിക പേരും ചോദിച്ച ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ സ്വന്തം കാസർഗോഡ് സ്റ്റൈലിലുള്ള ഒരു ഫിഷ് കറിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രൈൻഡറിലേക്ക് 1.5 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂണ് മല്ലി പൗഡറും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളർ കണ്ടിട്ട് അധിക പേരും കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതിന് ഫുള്ള് മഞ്ഞമയം, മഞ്ഞക്കറി അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് വെറും 1/4 ടീസ്പൂൺ മാത്രമേ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഗ്രൈൻഡറിൽ ബാക്കി ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ടും വെള്ളം പോരാഞ്ഞിട്ട് ഒരു 1/2 കപ്പോളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ അരപ്പിലേക്ക് ഒരു 1/4 കഷ്ണം ചെറിയ കഷ്ണം സവാള അരിഞ്ഞതും പൊടിയായി അരിഞ്ഞതും ഒരു 2 തക്കാളിയും ഒരു 6-7 പച്ചമുളകും പിന്നെ ഒരു 4 കഷ്ണം പച്ചമാങ്ങയും ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കൈയോടെ തന്നെ തിരുമ്പി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കലാണ്. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം മാങ്ങ ഇങ്ങനെ ഒന്ന് കോരി എടുത്തിട്ട് ഒന്ന് കയ്യിലോട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കൊടുത്തിട്ട് മാങ്ങെല്ലാം ഉടച്ച് കൊടുത്തിട്ട് ഇതേ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കലാണ്. അപ്പോൾ കറിയിലേക്ക് എടുക്കുന്ന മീൻ ഇതാണ്. 2 മീൻ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഈ ഫിഷെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരെ തിളപ്പിക്കാൻ പാടില്ലൂ. അപ്പോഴേക്ക് മീൻ ഇല്ലാലും നല്ലപോലെ ഉടഞ്ഞു പോവും. അങ്ങനെ ഫിഷ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ഒന്ന് കറിവേപ്പില ഇട്ട് കൊടുത്താൽ നമ്മുടെ കാസർഗോഡ് സ്റ്റൈലിലുള്ള അടിപൊളി ഫിഷ് കറി റെഡിയായി. അപ്പോൾ ഒരു തവണയെങ്കിലും ഫിഷ് കറി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുമോ.